വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D, അതായത് നമ്മുടെ IBD 3Dയിൽ ഞങ്ങൾക്ക് നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ മറ്റേ ഷോറൂമിൻ്റെ ആ ഒരു എപ്പിസോഡ് 4 ആയിട്ടാണ് നമ്മൾ വന്നേക്കണം. ഓക്കെ, നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്തായാലും നമ്മുടെ ആ ഒരു വീട് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മാഫിയ കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് ഫുള്ളായിട്ട് നശിപ്പിച്ച് എല്ലാ വണ്ടികളെ കത്തിക്കണ വരെയുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. ഇതൊരു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കണത്. ഓക്കെ, നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണതെന്ന്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസമായിരുന്നെങ്കിൽ നമ്മുടെ വീട് ഫുള്ളായിട്ട് മാഫിയ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വീട് മാത്രമല്ല നമ്മുടെ ഇതും കത്തിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷോറൂമും കത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോറൂമായിരുന്നു. ഓക്കെ, അതും അവന്മാർ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളെന്തായാലും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന വീടായിരുന്നു പോയത്. ഓക്കെ, ഒരു വീടുണ്ട്, പക്ഷേ അതെന്തായാലും ആ കലങ്കോലായിട്ട് കിടക്കണം. അവിടെ നമുക്ക് കിടക്കാനോ സ്ഥലമൊന്നുമില്ല, ഫുൾ ഡാമേജായിട്ട് കിടക്കണം ആ വീട്. ഓക്കെ, നമ്മുടെ പഴയ വീടാണെങ്കിൽ. പിന്നെ വേറെ വീടുണ്ട്, പക്ഷേ അതൊക്കെ പോയി കിടക്കണം. ഓക്കെ, ഞാൻ പിന്നെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ റൂം ഒരെണ്ണം അല്ലാതെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കല്ലാതെ തന്നെ ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പം ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ബാഗ് നിറച്ച് ബോംബുകളും സ്റ്റിക്കി ബോംബുകൾ, ഗണ്ണും ബാക്കി സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ എല്ലാ വണ്ടികളും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേവറേറ്റ് നിസാൻ GTR മാഫിയ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ GTR നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അല്ലാത്ത ഷോറൂമിലേക്ക് വാങ്ങിച്ചിട്ടുള്ള GTR ആയിരുന്നു. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ ഫുള്ള് വണ്ടിയാണ്. ഓക്കെ, ഈ ഫോർച്യൂണർ നേരത്തെ കിടന്നതാണ്. ഈ സ്വിഫ്റ്റ് ഒമിനിയും ആണ് ഇവിടെ പ്രശ്നം. ഓക്കെ, നാട് റോട്ടിലാണ് കൊണ്ട് പാർക്ക് ചെയ്യണത്. ബെസ്റ്റ്. ഒന്ന് കുറച്ച് വണ്ടി വെളിയിൽ ഇറക്കാൻ പറ്റൂല. ഫ്രണ്ടിലൊരു ബെലേറ് കിടപ്പുണ്ട്, പുറകെ കൂടെ വലിച്ച് ഇറക്കാനായിട്ട് പറ്റില്ല. വണ്ടി ഒരേയും ഒരു ഒമിനി സൈഡ് ചേർത്തിട്ടിരിക്കണം. പക്ഷെ ആ പുള്ളിക്കാരെ ഒതുക്കിയിട്ടിരിക്കണം. പക്ഷെ എന്നാലും വണ്ടി ഒരേയും. വണ്ടിക്ക് അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ടല്ലോ. കാര്യം ചെയ്ത് നമുക്ക് വണ്ടി ഇങ്ങോട്ട് ബാക്കിലോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നൈസായിട്ട് വെളിയിൽ ഇറങ്ങാം. നമുക്ക് നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് മിക്കവാറും ഒരാൾ കാണരുത്, അല്ലെങ്കിൽ വണ്ടിയുടെ കീ ഇവിടെ കൊടുത്തിട്ട് പോകുമല്ലോ. ഓക്കെ, അല്ലാതെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്കിപ്പോൾ പോയി വണ്ടിയുടെ കീ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്തായാലും വരാം. ഓക്കെ, ഇവിടെ ഇപ്പം എനിക്ക് കീ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അതിൻ്റെ കീ മാത്രമല്ല, ഈ ടെർസയുടെ കീ കൂടെ കിട്ടിയിട്ടുണ്ട്. മറ്റേ താറിൻ്റെ കീ എന്തായാലും അയാളുടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതില്ലെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പക്ഷെ അതൊരു പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബെലേറയുടെ കീ കിട്ടിയിട്ടുണ്ട്. ഇയാളിത് എന്താണോ എന്തോ പാർക്ക് ചെയ്തിട്ടിരിക്കണം. എന്നാൽ റോട്ടിലാണ് പാർക്ക് ചെയ്യുന്നത്. ആ താറുണ്ട് എന്നാലും സൂപ്പറായിട്ട് ഒതുക്കിയിട്ടിരിക്കണം. അതേപോലെ ഇട്ടില്ല, ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഒതുക്കിയിടായി വണ്ടി. ഓക്കെ, നമ്മൾ ആ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരാളോടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ആർക്കും ഇടാൻ കൊടുക്കല്ലേ. നമുക്ക് നമ്മൾ ഇനിയും വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് വേണ്ടായിരുന്നു. ഓക്കെ, ഈ താറിൻ്റെ കീ നമ്മളതിലില്ല. ഓക്കെ, ടെർസയുടെ കീ കിട്ടി. എന്നിട്ട് നമുക്ക് തിരിച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട്. ഓക്കെ, നമ്മൾ തിരിച്ച് രാത്രി ഇവിടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നൈസായിട്ട് ഈ വണ്ടി ഞങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ, ആ സ്വിഫ്റ്റിൻ്റെ കീ എങ്കിലും ഉണ്ടായിരുന്നു, കുറേ കൂടെ കൊള്ളായിരുന്നു. ആ വണ്ടി അങ്ങേര് കറക്റ്റല്ല പാർക്ക് ചെയ്തേക്കണം. ഓക്കെ, നൈസായിട്ട് ഇതങ്ങ് പാർക്ക് ചെയ്യാം. താറിൻ്റെ കീ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എടുത്തോണ്ട് പോകാമായിരുന്നു. ഓക്കെ, ഇതിപ്പോൾ വണ്ടി പോകുമെന്ന് എനിക്കറിയണം, നമുക്ക് നോക്കാം. ഓക്കെ, ഈ സ്വിഫ്റ്റാണ് പ്രശ്നം. ഓക്കെ, ഈ സ്വിഫ്റ്റ് നേരെ എടുത്തില്ലെങ്കിൽ
ഫോർച്യൂണർ കാരണം എടുക്കാൻ പറ്റില്ല. ഫോർച്യൂണർ ഒന്ന് അവിടെ ആയിട്ട് തിരിക്കേണ്ടി വരും. പക്ഷെ അപ്പുറത്തൂടെ ഇറങ്ങിയാൽ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റും. പക്ഷേ അവിടെ ഭയങ്കര ഇടുക്ക് വഴിയാണ്. ഇപ്പം തന്നെ ആ സ്വിഫ്റ്റിൽ തട്ടി. അത് അയാളെ കുഴപ്പം കൊണ്ടാണ്. ഇങ്ങനെ ഇവിടെ നട റോട്ടിൽ വണ്ടി ഇടുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ എടുത്തുകൊണ്ട് പോകും. എന്നാലും വണ്ടി എടുക്കാൻ പറ്റില്ല കേട്ടാ. ഈ സ്വിഫ്റ്റുകാരൻ്റെ കാര്യം. ഓക്കെ, നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ എടുത്തത്. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി പോവില്ല. വണ്ടി പോ. വണ്ടി പോയില്ല. ജസ്റ്റ് ഒന്ന് വരങ്ങ, കുഴപ്പമില്ല. എന്നാലും വണ്ടി ശരിയാക്കിയതേ ഉള്ളൂ. ഓക്കെ നമുക്കെന്തായാലും അയാളോടൊന്ന് ചോദിച്ചു നോക്കി ഇതിൻ്റെ കീയും കൂടെ കിട്ടുമോ. ഓക്കെ നമുക്ക് അതിൻ്റെ കീ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങേരി കണക്ക് നമ്മളിപ്പോൾ ആ മറ്റേ വണ്ടികൾ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ വന്നു. നമുക്ക് നല്ല ഇതിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാ കീയും തിരിച്ചു കൊടുത്തിട്ട് പോവാം. ഈ താറത്ത് ഇങ്ങനെ എന്താണ് ഇവിടെ രാത്രി ഫുള്ള് ബ്ലോക്കായിരുന്നു. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ആയിരുന്നു. നമുക്ക് ഒതുക്കിയിടാം. ഞാൻ ആർക്കും ഇനി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. ആ സ്വിഫ്റ്റാണ് പ്രശ്നം. അത് എവനാണ് കിട്ടേണ്ടത്. അതൊരു കുഴപ്പമാണ്. നമുക്കെന്തായാലും അപ്പോൾ ഈ ഒരു വണ്ടിയുടെയൊക്കെ കീകളും ബാക്കി കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാലും പോവാം. ഞാൻ അങ്ങനെ എല്ലാ കീകളും അങ്ങനെ അയാളെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ GTR എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോകാം. നമ്മുടെ GTRന് റൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കങ്ങനെ GTR അങ്ങനെ വെളിയിലെടുത്ത് ചെറുതായിട്ട് ഉറങ്ങി, അത് കുഴപ്പമില്ല. ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് നമ്മുടെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ്. പുള്ളിക്കാരനെ കണക്ക് ഇപ്പം ഇവിടെ അല്ല താമസിക്കണം. പുള്ളിക്കാരൻ ഒരു വില്ലേജിലാണ്. ആ വില്ലേജിലോട്ടാണ് ഞാൻ ഇപ്പോൾ വെക്കേണ്ടതെന്നാലും ഇരിക്കണം. പുള്ളിക്കാരൻ മുമ്പ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ മാറി. പുള്ളിക്കാരൻ ഒരു വലിയൊരു മാൻഷനെ കണക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു വില്ലേജിലൊരു വീട് റെൻറ്റിനെടുത്ത് താമസിക്കുകയാണ്. നമുക്കപ്പോൾ എന്നാലും അങ്ങോട്ട് പോകാം. എന്നിട്ട് അവന്മാരിപ്പോൾ എവിടെയുണ്ട്, അവന്മാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടില്ല. അതിനായിട്ടാണ് വേണം. ആ വില്ലേജിൻ്റെ വഴി എന്നല്ല എനിക്കറിയാം. നമ്മൾ പണ്ടൊരിക്കൽ താമസിച്ചിരുന്ന വില്ലേജാണ്. ഇതാണ് ആ ഒരു വില്ലേജ്. ആ വില്ലേജിൽ ഒരു ഏറ്റവും അങ്ങ് അറ്റത്തൊരു മഞ്ഞ വീടെന്നാണ് പറയണത്. ഈ മഞ്ഞ വീടല്ല, അങ്ങ് അറ്റത്തെന്നാണ് പറയണത്. ഫസ്റ്റ് കാണുന്ന വീടല്ല. അതാണല്ലേ ആ വീട്. അതന്നെ ഇതാണ് ലെസ്റ്ററിൻ്റെ വീട്. ഇത് തന്നെയാണ് ഏറ്റവും അറ്റത്തുള്ള മഞ്ഞ വീട്. ഈ സൈഡ് ഇതന്നെ. പിന്നെ വണ്ടി ഇടിച്ച് നമ്മുടെ GTRൻ്റെ സമയം മോശം. ഒരു GTRൻ്റെ സമയം മോശം കാരണം അത് ഫുള്ള് പൊട്ടിത്തെറിച്ച്. ഈ വണ്ടി ഇനി എന്താവും ഇതൊക്കെ. ഇവിടെ വേറെ വണ്ടികളോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ലെസ്റ്ററിന് ഫോർച്യൂണർ കുറേ വണ്ടിയുണ്ട്. പുള്ളിക്കാരി എനിക്ക് റോട്ടിലായിരിക്കും പാർക്ക് ചെയ്തേക്കണം. എന്തായാലും നമുക്ക് ലെസ്റ്ററിൻ്റെ അവിടെ പോയി സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പം തന്നെ ഞാൻ അതിലെല്ലാം സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ലെസ്റ്റർ നമുക്ക് പിന്നെയും കുറേ ബോംബുകൾ ഗണ്ണൊക്കെ തന്ന് ലെസ്റ്റർ എന്തായാലും ആ ഒരു ഇത് കണക്ക് ഹാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അവന്മാരെന്തായാലും ഇപ്പോഴെന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. അവന്മാർക്ക് സ്വന്തമായിട്ടൊരു ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഷോറൂമിലാണ് അവന്മാരെന്തായാലും ഇപ്പോഴെന്തായാലും ഉള്ളത്. അങ്ങനെ വരട്ടെ. അവന്മാർക്ക് ഷോറൂമൊക്കെ ഉണ്ടല്ലോ, അത് കൊള്ളാം. പിന്നെ ലെസ്റ്ററിൻ്റെ വണ്ടി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് വണ്ടികളായിരുന്നു. ഇത് സത്യത്തിലൊരു വഴിയാണ്. ഇവിടെ ഫുള്ള് റോഡിൽ ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് പോയേക്കണം. ഇവിടെ കൂടുതൽ ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ആൾക്കാരൊന്ന് താമസിക്കണം. കുറേ പേരല്ലാതെ തന്നെ വീട് വാങ്ങിച്ചും താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വണ്ടികളൊക്കെ ഈ റോഡിലാണ് കിടക്കണം. അതുകൊണ്ട് പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ വീട്ടിലൊരു ഗറാജ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ വേറൊരു വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. 2 കാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബാക്കിയെല്ലാം വേറെ അടുത്താണ്. പുള്ളിക്കാരൻ്റെ ഫോർച്യൂണറും പിന്നെ ഫെറാറി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഫോർച്യൂണർ റോട്ടിൽ കിടക്കുകയാണ്, ഫെറാറി ഇതിൻ്റെ അകത്ത് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു കാറൊക്കെ ആവും. ലെസ്റ്റർ പറഞ്ഞാൽ ലൊക്കേഷൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മുടെ വീടൊരു പരിവായേക്കാണ് മൊത്തത്തിൽ. എന്താഗ്രഹിച്ച് വാങ്ങിച്ച വീടാണത്, എന്ത് പറയാൻ. വീട് നമ്മുടെ വണ്ടി നമുക്കെന്തായാലും ഇതും കൊണ്ട് കത്തിച്ച് വിടാം.
നമ്മുടെ വീടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, എല്ലാം പൊളിയും തവിട് പൊടിയെ കിടക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ ഒരു കോളേജ്. ഓക്കെ, പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കോളേജിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എന്തൊക്കെ നമ്മുടെ വീടിൻ്റെ കോലം കണ്ട ഫുള്ള് പോയി കിടക്കുകയാണ്. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ ഇതാണ് അമ്മമാരെ ഷോറൂം എന്ന് പറഞ്ഞാൽ. ഇതാ എൻ്റെ മോൻ, ഇത്രയും വലിയ ഷോറൂമാ. ഇതിനു മുമ്പ് ഇങ്ങനൊരു സാധനം ഇവിടെ ഇല്ലായിരുന്നു. ഇത് പുതിയതായിട്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഇതിന് 2 ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ലെസ്റ്റർ ഇറങ്ങിയ ഫ്രണ്ടിലത്തെ ബ്ലോക്ക് എന്നാണ്. ഓക്കെ, അവിടെയാണ് ഫുൾ വണ്ടികളൊക്കെ ഉള്ളത്. ഇവിടെ അല്ലാത്ത നോർമലായിട്ടുള്ള സാധാ വണ്ടികളൊക്കെ ഉള്ളു. ഓക്കെ, സ്പോർട്സ് കാറൊക്കെ ഇവിടെയാണ്. ഓക്കെ, അവിടെ ഇതൊക്കെ ഉള്ളു. ഓക്കെ, എൻ്റെ മോനെ, ഇതേതോ മില്യണയറിൻ്റെ ഷോറൂമാണ്. ഓക്കെ, ഇത് മാഫിയയുടെ ഷോറൂമാണ്. ഓക്കെ, നമ്മുടെ വീട് കത്തിച്ച മാഫിയല്ല, അവന്മാരുടെ സ്വന്തം ഷോറൂമാണ്. ഓക്കെ, ഇവിടെ കയറുമ്പോൾ തന്നെ കംപ്ലീറ്റ് വണ്ടികളാണ്. നമ്മുടെ അതേ കത്തിപ്പോയ അതേ സെയിം GTR. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളതും അതേപോലത്തെയാണ്. ഓക്കെ, പക്ഷേ മറ്റേത് സ്പീഡ് കൂടിയതാണ്. ഓക്കെ, വേറെ ലെവലാണ്. ഓക്കെ, ഇതെന്തോന്ന് ബാമ മോട്ടേഴ്സാ, അതെന്ത് പേരടേ? ഓക്കെ, ഇതൊക്കെ ഇനി തോന്നുന്നു വർക്കേഴ്സിൻ്റെ വണ്ടി ആയിരിക്കും. അങ്ങേരെ വണ്ടി ആയിരിക്കും മാഫിയയുടെ. ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇതൊക്കെ വിൽക്കായിട്ടിരിക്കുകയാണ്. ഇതൊന്നും അയ്യോ ഓക്കെ, ഇതൊന്നും സെല്ലിനിട്ടിരിക്കുന്ന വണ്ടികളല്ല. ഇതെല്ലാം പുള്ളിക്കാരൻ്റെ വണ്ടികളായിരിക്കും. ഇതൊക്കെ സെല്ലിനുള്ളതാണ്. പക്ഷെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന 2 കാറല്ലേ, ആ സ്കോർപ്പിയോയും താറും, അത് അങ്ങേരതാണ്. അത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങേര് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പം നമ്മൾ CCTV ഫുട്ടേജ് നോക്കി വയ്ക്കുക. അതിൽ ഈ 2 വണ്ടി ഉണ്ട്. ഇത് അങ്ങേരതാണ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ആക്സിഡൻ്റ് ആയതോ വണ്ടിയാണ്. ഓക്കെ, ഗ്ലാസ് പൊട്ടി കിടക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയതായിരിക്കും. ഓക്കെ ഓക്കെ ഇവിടെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് എന്തായാലും എന്താണ് വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ ഫുള്ളായിട്ട് എന്തായാലും വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും കിടക്കുകയാണ്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പണി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും മനസ്സിലായി കാണും. നമ്മൾ ഈ ഷോറൂം എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് അങ്ങ് കത്തിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒരു വണ്ടി പോലും അവന്മാർക്കിനി വേണ്ട. അല്ലെങ്കിൽ എന്തിനീ ബോംബിട്ട് സമയങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റിക്കി ബോംബിട്ട് അങ്ങ് കുറേ നമ്മൾ പൊട്ടിച്ചില്ല, നമുക്കതങ്ങ് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോനെ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു. ഇനി ബാക്കിയൊക്കെ റോക്കറ്റ് ലോഞ്ചറിട്ട് GTR ആണ് കിടക്കണത്. അതെല്ലാം ഞാൻ പൊട്ടിച്ചു ആരാ. ഓക്കെ, ഏത് GTR ആയാലും ശരി, എൻ്റെ GTR എല്ലാം നശിപ്പിച്ചല്ലേ, അതിനുള്ള പ്രതികാരമാണ് എൻ്റെ മോനെ. ഓക്കെ, ഞാൻ അതും കൂടെ കത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനിയും പോയിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയിൽ നിൽക്കണം. ഓക്കെ ഓക്കെ ഇവിടെ ഫുള്ളായിട്ട് ഗാർഡ്സ് കാര്യങ്ങളൊക്കെ കുറേ പേര് നിൽപ്പുണ്ട്. ഇവന്മാരൊന്ന് ഫസ്റ്റ് തീർക്കണം. ഇവന്മാരിവിടെ ഫുള്ള് ഗാർഡ്സുകളാണെങ്കിൽ ഇവന്മാരൊന്ന് തീർത്തിട്ട് ഞാൻ വരാം. ഓക്കെ ഓക്കെ ഇവിടെ എന്തായാലും ഇവന്മാരൊക്കെ ഏകദേശം ഞാൻ തീർത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. ഓക്കെ ഓക്കെ ഇവിടെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഏകദേശം കത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒടുക്കത്തെ അടിയാണ് അടിച്ചിരുന്നത്. ഓക്കെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം ശാന്തമായിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഞാൻ പൊട്ടിച്ച് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനിയാണ് മോനെ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കാനായിട്ടാണ്. ഇവിടെയുള്ള എല്ലാത്തിനെയും അടിച്ച് മൂത്ത് ഫുള്ള് പൊട്ടിച്ച് പണ്ടാറിലക്കാനായിട്ട് പോവുകയാണ് ഞാൻ. ഓക്കെ നമുക്കപ്പോൾ ഇവിടെ തന്നെ പണി തുടങ്ങാം. ഓക്കെ ഓക്കെ എൻ്റെ ഇതെന്താണ് എല്ലാ വണ്ടികളും പൊട്ടിച്ചിറങ്ങി ഗൈസ് ഞാനൊക്കെ. ഇതൊക്കെയാണ് മോനെ നമ്മുടെ ഐഡിയാസ്. കണ്ട, നമ്മുടെ വണ്ടികളെ നശിപ്പിക്കാന്നൊക്കെ നമ്മൾ തിരിച്ച് പൊട്ടിച്ചളയും, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ റിവഞ്ച് തന്നെയാണ്. ഓക്കെ അതിനൊരു മാറ്റമില്ല. ഓക്കെ ഓക്കെ നമുക്ക് നല്ല റോക്കറ്റ് ലോഞ്ചറിങ്ങളൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ടിൽ ഇനി എനിക്ക് തോന്നുന്നു വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ കുറേ GTRും കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ,
മാഫിയയുടെ അതും കൂടെ അങ്ങ് പൊട്ടിച്ചളാം. എന്തിനാ അതൊക്കെ ബാക്കിക്കണേ? കിടക്കയല്ലേ. GTR ഇനി പൊട്ടിച്ചളയണമെന്നൊരാഗ്രഹമില്ല. ഓക്കെ, അതങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഓക്കെ, അതും അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം ശാന്തമായിട്ടുണ്ട്. ഇനി അവന്മാരുടെ എല്ലാ ബൈക്കുകളും കൂടെ നമ്മൾ പൊട്ടിച്ചളയും. ഓക്കെ, എന്തിനും ബൈക്കുകളൊക്കെ. ആർക്കൊന്നും ബൈക്ക് വേണ്ട. അയ്യോ, നമ്മുടെ വണ്ടി കത്തിയില്ലല്ലോ. പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ് കത്തിയെന്ന്. ഓക്കെ, ആകെപ്പാടുള്ള ഒരു വണ്ടിയാണ് ആ വണ്ടി, GTR. നമ്മളെ കത്തിയത്. ഓക്കെ, അയ്യോ ഇത് കത്തിയില്ലായിരുന്നു അല്ലേ? അമ്മച്ചി, ഓഫ്, ഇതാരെന്നെ ഫയർ ചെയ്തിട്ടാ? എനിക്ക് തോന്നുന്നു മാഫിയും കേരളമൊക്കെ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തോന്നണം. നമുക്ക് പെട്ടെന്ന് എല്ലാം അതിനെ അങ്ങ് അടിച്ചങ്ങ് തീർത്ത് കൊടുക്കാം. ഒന്നും നോക്കണ്ട. അമ്മമാർക്ക് എന്തിനടെ വണ്ടി? ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാത്തിനെയും അടിച്ച് ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞ തോന്നി. എൻ്റെ ഒമ്പോ, ഇവിടെ നിന്നൊക്കെയോ വെടിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാൻ ഓടിക്കളയുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം. ഇതാരാണ് വെടിവെക്കണ? എന്നാ ഇതാരടേ? ഓ, ഇതാര് വെടിവെക്കണ? എൻ്റെ അമ്മ, ഇവിടെ ഫുള്ള് ഗാർഡ്സ് ആണെന്നാണ്. ഓ എൻ്റെ അമ്മേ, ഇവിടെ ഫുള്ള് ഗാർഡ്സ് ആണ്. എല്ലാത്തിനും അങ്ങ് വെടിച്ച് തീർക്കാം. ഓ, വണ്ടി എടുത്തുകൊണ്ട് ഓടാം. ഓഫ്, നമ്മുടെ കാറിൻ്റെ കാര്യത്തിൽ തീരുമാനം. ഇവന്മാർ നമ്മുടെ വണ്ടീനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടൊക്കെ. സാരമില്ല, നമ്മൾ അവന്മാരെ വണ്ടിയും പൊട്ടിച്ചാൽ മതി. വണ്ടീന് കുഴപ്പമില്ല. ഓക്കെ, നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടെ പോകാം. ഇവിടെ ഇപ്പോൾ പോലീസ് നല്ല അലേർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇവന്മാർക്ക് 2 ബ്ലോക്കായിട്ടാണ് ഷോറൂം ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക്, അത് സെക്കൻഡ് ബ്ലോക്കിലാണ് അവന്മാർ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടികളൊക്കെ. ഓക്കെ, ഇപ്പം നമുക്കെന്തായാലും വണ്ടികളും കൊണ്ടെന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, മാഫിയയുടെ ഷോറൂമിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി മാഫിയയുടെയും കൂടെ കാര്യത്തിൽ തീരുമാനമാക്കണം, എന്നാലും ശരിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എങ്ങോട്ട് രക്ഷപ്പെടും നമ്മൾ? ഓക്കെ, അതാണ് എനിക്ക് അറിയണത്. നമ്മളിപ്പോൾ ഒരു റാമ്പ് അങ്ങനെ ചാടി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബീച്ചിലോട്ടേക്ക് നേരെ വിടാം. ഓക്കെ, ബീച്ചിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാം. ഓക്കെ, അല്ല ശരിയാവത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ബീച്ചിലോട്ടേക്ക് പോകാം. ബീച്ചിൻ്റെ വഴി ഇതല്ല. നമുക്കെന്തായാലും പോലീസുകാരൊന്ന് വെട്ടിക്കണം, അതിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ എന്തായാലും ഇതേപോലെ അങ്ങനെ പിന്നെ റൗണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ ഇവിടെ നിന്ന് അങ്ങ് പുറത്ത് അങ്ങ് വിടാം. ഓക്കെ, ബീച്ചിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇതും കൊണ്ട് അങ്ങ് കത്തിച്ച് വിടാം. ഓക്കെ, പോലീസുകാരെ റൗണ്ട് അടിച്ച് വിട്ടാണ് ഞാൻ. ഓക്കെ, ഇവിടെ ഫുള്ള് പോലീസുകാരാണ്. ഓക്കെ, പക്ഷെ എന്നെ തൊടാൻ പോലും അവർക്ക് പറ്റില്ല. ഓക്കെ, ഞാൻ അത്രയും പവർഫുൾ. ഓ, എൻ്റെ ഓ, പോലീസുകാരുടെ വണ്ടിക്ക് തെറിച്ച്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്തും കൊണ്ട് അങ്ങ് നൈസായിട്ട് അങ്ങ് എങ്ങോട്ടെങ്കിലും അങ്ങ് ചാടാം. ഓക്കെ, വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഓ മാൻ, നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടി. ഉയ്യുടെ വണ്ടിയുടെ ടയർ പൊട്ടി. വണ്ടിയുടെ ടയർ പൊട്ടി. വണ്ടി വേറെ എങ്ങോട്ടേക്കാണ് പോണ്? അമ്മച്ചി, ഓ വണ്ടി ഇതാ വെള്ളത്തിലോട്ട് പോവേണമെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, ഓ വണ്ടി വെള്ളത്തിൽ പോണടേ. അടിപൊളി. GTR വെള്ളത്തിൽ. അയ്യോ, വണ്ടി വെള്ളത്തിൽ വീണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഓ പോലീസുകാർ പോയെന്ന് തോന്നുന്നു, പക്ഷേ വണ്ടി നമ്മുടെ കാർ വെള്ളത്തിൽ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇതിൻ്റെ പാർട്ട് 4 ഞങ്ങൾക്ക്. ഇത് ചിലപ്പോൾ പാർട്ട് 5 അല്ലെങ്കിൽ പാർട്ട് 6 ഒക്കെ ആകുമ്പോൾ ഈ ഒരു സീരീസ് ഞങ്ങൾ തീരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.